പാർത്ത ഷമ മുഹമ്മദിന് വീണ്ടും കുരുപൊട്ടി. ഇത്തവണ ക്രിക്കറ്റ് കളിയിൽ പാകിസ്ഥാനെ ഇന്ത്യ തോൽപ്പിച്ചു. അതാണ് ഷമയ്ക്ക് അത്ര അങ്ങ് പിടിക്കാത്തത്. ഷമ പറയുന്നത് രോഹിത് ശർമ്മ തടിയനാണ്, മോശം ക്യാപ്റ്റനാണ്. ഇപ്പോൾ പാകിസ്ഥാൻ തോറ്റതിലുള്ള നിലവിളി ഇങ്ങനെയാണ് ഷമ പ്രകടിപ്പിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഷമയ്ക്ക് പൊതുവെ ഒരു സ്വഭാവമുണ്ട്, എന്തും എവിടെ എങ്ങനെ വിളിച്ചു പറയണമെന്ന് അറിയില്ല. എന്താ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഷമ മുഹമ്മദിന്റെ. അതുകൊണ്ടാണ് അവർ കോൺഗ്രസിൽ തന്നെ ഒരിടം എത്താത്തത്. കോൺഗ്രസ് പോലും മാറ്റിയിട്ടിരിക്കുന്ന ഒരു ആളായാണ് ഷമയെ നമ്മൾ കണക്കാക്കുന്നത്. ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് രാഹുൽ ഗാന്ധിയെ പറഞ്ഞത് ഏത് പട്ടിക്ക് ഒരു നാൾ വരുമെന്നാണ്. അപ്പോൾ ഷമയെ ഇനി കോൺഗ്രസും എന്തായാലും അതിൻ്റെ അകത്ത് നിർത്തുമെന്ന് തോന്നുന്നില്ല. ഷമയിൽ നടറോലായിരിക്കുമോ? അല്ല, എനിക്ക് ആദ്യം മനസ്സിലാവാത്തത് ഷമ മുഹമ്മദ് രാഹുൽ ഗാന്ധിക്കെതിരെ മനഃപൂർവ്വം അവർ പരാമർശം നടത്തിയെന്നല്ല. പക്ഷെ അവർ പറഞ്ഞത് ഏതൊരു പട്ടിക്കും നല്ല കാലം വരുമെന്ന് പറഞ്ഞത് വലിയ ഒരു പ്രശ്നമായിട്ട് കോൺഗ്രസിന് വന്നിട്ടുണ്ടായിരുന്നു. ട്രോളുകളിൽ നിറഞ്ഞു നിന്നൊരു സമയം ഉണ്ടായിരുന്നു. അതിനുശേഷം മഹിളാ കോൺഗ്രസ് ഒക്കെ കൂടി വലിയ പ്രതിഷേധം ഉയർത്തുകയും അതിനോടനുബന്ധിച്ച് ഷമ മുഹമ്മദിന് ദേശീയ മാധ്യമങ്ങളിൽ മാത്രം ഈ പറയുന്നത് പോലെ ഇന്റർവ്യൂവിന് പോയാൽ മതി, അത് ദേശീയ മാധ്യമങ്ങളിലാകുമ്പോൾ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാൻ പറ്റും, മലയാളം അത്ര ഫ്ലുവൻ്റ് അല്ല ഷമ മുഹമ്മദിനെ സംബന്ധിച്ചിട്ടുള്ളത്, അതുകൊണ്ട് അവർ ദേശീയ മാധ്യമങ്ങളിൽ മാത്രം പോയാൽ മതി എന്നായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം എന്നായിരുന്നു വാർത്തകൾ വന്നത്. അത് കോൺഗ്രസ് പിൻവലിച്ചോ എന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഉള്ളൊരു സംശയം. അങ്ങനെ കോൺഗ്രസ് പിൻവലിച്ചെങ്കിൽ അത് കോൺഗ്രസിന് നല്ല കാലം അല്ലെങ്കിൽ നല്ലൊരു തീരുമാനമല്ല കോൺഗ്രസ് എടുത്തത്. കോൺഗ്രസ് അല്ലെങ്കിൽ തന്നെ ഒരു കഷ്ടകാലത്തിലൂടെ പോകുന്ന ഒരു സമയമാണ്. ഇനി ഈ കഷ്ടകാലം കൂടെ തലയിൽ ഇങ്ങനെ ഏണി വെച്ച് പിടിക്കണമായിരുന്നു എന്നതാണ് ആദ്യത്തെ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്. രണ്ടാമത്തത്, ഷമ മുഹമ്മദ് പലപ്പോഴും ഇങ്ങനെ കോൺഗ്രസിനെ പല സമയങ്ങളിലും വെട്ടിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വടകരയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഷാഫി പറമ്പിലിനെ വടകരയ്ക്ക് മാറ്റുന്നു. അപ്പോൾ പറഞ്ഞൊരു കാര്യം, ഈ മലബാറിലൊക്കെ എത്രയോ അധികം നല്ല മുസ്ലിം സ്ത്രീകളായിട്ടുള്ള മുസ്ലിം വനിതകളായിട്ടുള്ള ആളുകൾ സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഷാഫി പറമ്പിലിനെ പോലുള്ള ഒരാളെ വിളിച്ചു വരുത്തേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നത്? കോൺഗ്രസ് ഒരിക്കലും ഈ സ്ത്രീകൾക്ക് വേണ്ട പോലെ പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതിഷേധം ഉയർത്തിയതാണ് ഷമ മുഹമ്മദ്. അപ്പോൾ കേസ് ഉദാഹരണോട് ചോദിച്ചപ്പോൾ ആരാണ് ഈ ഷമ മുഹമ്മദ് ബന്ധപ്പെട്ട ആരും അല്ല എന്നൊരു കാര്യം കേസ് ഉദാഹരണം തുടർന്നടിക്കുകയും അതോടുകൂടി ഷമ മുഹമ്മദ് വലിയ പ്രശ്നത്തിലാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ക്ഷമയോട് ചോദിച്ചു, ഈ വടകരയിലൊക്കെ നിൽക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി ആരാണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു നല്ല സ്ഥാനാർത്ഥിയാണല്ലോ എന്ന് പറഞ്ഞ ആളാണ് ക്ഷമ എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷമയില്ലാതെ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ പേര് പുള്ളിക്കാരത്തി അന്വർത്ഥമാക്കാറില്ല പലപ്പോഴും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം തന്നെയാണ് ഇപ്പോഴും നടന്നിട്ടുള്ളത്. കാരണം ഇവിടെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇവിടെ ഒരു രാജ്യവിരുദ്ധ എലമെന്റും കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഏതോ പൊളിറ്റിക്സ് ആവട്ടെ, CPM ആയിരിക്കാം, കോൺഗ്രസ് ആയിരിക്കാം, BJP ആയിരിക്കാം, ഇനി മറ്റു രാഷ്ട്രീയ പാർട്ടികളായിരിക്കാം, ഇവരൊക്കെ നമ്മൾ ഇന്റേണൽ പൊളിറ്റിക്സ് നമ്മൾ ഇവിടെയൊക്കെ സംസാരിക്കാറുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാറുണ്ട്, ഒക്കെയാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തിനൊരു പ്രശ്നം വരുമ്പോൾ, നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ടൊരു വിഷയം വരുമ്പോൾ അവിടെ നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് നല്ല CPM പ്രവർത്തകരായിട്ടുള്ള ആളുകൾ, നല്ല കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ആളുകൾ, ഇവരൊക്കെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടികളോടൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ക്രിക്കറ്റൊക്കെ ബന്ധപ്പെട്ട് പാകിസ്ഥാനും ഇന്ത്യയും ഒക്കെ തമ്മിൽ മത്സരമൊക്കെ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിൽ ഇന്ത്യക്കെതിരെയൊക്കെ വാർത്തകൾ വന്നാൽ നല്ല അസലായിട്ട് ഈ സൈബർ ഇടങ്ങളിൽ പോയി നന്നായി ഫൈറ്റ് ചെയ്യുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനാ, ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. അതായത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടന്റെ ഒരു എനിക്ക് തോന്നുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏതൊരു പേജോ അങ്ങനെ പാകിസ്ഥാനിൽ നിന്ന് ഒരു ഹാക്കിംഗ് വരുന്നു. കേരളത്തിലാണ് സംഭവിച്ചത്. ഹാക്കിംഗ് വന്നു. അതിനുശേഷം സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്, ഹാക്കിംഗ് നടന്ന് 48 മണിക്കൂറിനകം പാകിസ്ഥാനിലെ സകലമാന സംഗതികളും ഹാക്ക് ചെയ്ത് കളഞ്ഞു മലയാളികൾ. അതായത് മലയാളി സൈബർ വിദഗ്ധന്മാർ അവിടെ പോയി പാകിസ്ഥാനിലെ സകലമാന പണ്ടാരങ്ങളിലും, അതായത് പകലമാന സ്ഥലങ്ങളിലും, അവിടെ ഒഫീഷ്യൽ ഗവൺമെന്റ് സ്ഥലങ്ങളിൽ പോലും അവിടെ ഹാക്കിംഗ് നടത്തി മലയാളികൾ. അതാണ് കേരളത്തിലെ ഒരു ഒത്തൊരുമ എന്ന് പറയുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു മോഹൻലാലിന്റെ ഫാൻസ് മാത്രമല്ല, ഒരുപാട് രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടായിരുന്നു, വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഷമ മുഹമ്മദ് ഒക്കെ സംസാരിക്കുമ്പോൾ പാകിസ്ഥാനോട് ഇന്ത്യ തോറ്റു, പാകിസ്ഥാനെ ഇന്ത്യ തോൽപ്പിച്ചു. ഇന്ത്യ തോൽപ്പിച്ചത് ക്ഷമയ്ക്ക് എന്താ പ്രശ്നം? ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ, പാകിസ്ഥാനിലെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ക്രിക്കറ്റിനോടനുബന്ധിച്ച് പാകിസ്ഥാനിലേക്ക് പോവില്ല, ഒരു കാരണവശാലും പാകിസ്ഥാനിൽ നിന്നുള്ള കളിയാണെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് ഇന്ത്യ തീർത്തു പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഇന്ത്യയിലെ ക്രിക്കറ്റ് ടീം അംഗങ്ങൾക്ക് അത്രമേൽ ജീവന്റെ വില ഇന്ത്യ കൽപ്പിക്കുന്നുണ്ട്. അവിടെ ഇത്ര വലിയൊരു തീവ്രവാദ പാർട്ടി ഭരിക്കുന്ന ഒരു സ്ഥലം, തീവ്രവാദികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു രാജ്യം, ഇന്ത്യയുടെ ആജന്മ ശത്രുവായിട്ടുള്ള ഒരു രാജ്യം, അത്തരത്തിലുള്ള ഒരു രാജ്യത്ത് പോയിട്ട് നമ്മുടെ ക്രിക്കറ്റ് ടീമിന് എന്തെങ്കിലും തരത്തിലൊരു അപകടം സംഭവിച്ചാൽ ആര് മറുപടി പറയും? ഒരാൾ മറുപടി പറയില്ല. അതുകൊണ്ട് തന്നെ
അത്തരത്തിലൊരു നീക്കത്തിന് ഇന്ത്യ തയ്യാറായിരുന്നില്ല. ശ്രീലങ്കൻ ടീമിനെതിരെ അവിടെ പ്രതിഷേധം ഉണ്ടാവുകയും വലിയ സുരക്ഷയോടുകൂടി അവരെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വന്ന കാര്യങ്ങളൊക്കെ ധന്യക്ക് ഓർമ്മയുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് ഇന്ത്യ തയ്യാറാകാതിരിക്കുകയും BCCI ഇടപെട്ടുകൊണ്ട് ഇന്ത്യക്ക് ദുബായിൽ വെച്ചുകൊണ്ട് കളിക്കാം, ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കളി ദുബായിൽ നടത്താമെന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയം മുതൽക്കേ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളും മറ്റുള്ള ആൾക്കാരൊക്കെ നരേന്ദ്രമോദി ആക്രമിക്കാൻ എന്നോണം ഈ ഒരു നിലപാടുമായി ബന്ധപ്പെട്ട് വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നുണ്ട്. ഈ രാജ്ദീപ് സർദേശായി എന്ന് പറയുന്ന ഇന്ത്യ ടുഡേയുടെ എഡിറ്റർ, അദ്ദേഹം ഒരു പ്രമുഖ ഇടതുപക്ഷ ചിന്തകനാണ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഈ ഹൗഡി മോഡി പരിപാടിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ ഒരു പരിപാടിക്ക് പോയതിനിടയ്ക്ക് ഒരു ചടങ്ങ്, ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നിടയ്ക്ക് ഇയാൾ കയറിയിട്ട് മോഡിയെ വല്ലാതെ കുറ്റം പറയാൻ തുടങ്ങി. ഇയാൾ ഇന്ത്യക്കാരാണെന്ന് ആലോചിക്കണം. അവിടെയുള്ള അമേരിക്കൻ ഇന്ത്യൻസിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങാൻ പോയ ആളാണ് ഈ പറയുന്ന രാജ്ദീപ് സർദേശായി എന്ന് പറയുന്ന മനുഷ്യൻ. ഈ മനുഷ്യൻ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യ എന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ പോയി കളിക്കാത്തത്, ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു സൗകര്യം പിന്നെ ഇവിടെ പോയി, അതായത് ദുബായിൽ ചെയ്തു കൊടുത്തത്, അതിന്റെ ആവശ്യമുണ്ടോ? മറ്റ് ടീമുകൾക്കെല്ലാം പാകിസ്ഥാനിൽ കളിക്കാമെങ്കിൽ ഇന്ത്യക്ക് എന്തുകൊണ്ട് കളിച്ചുകൂടാ? ഇയാൾ ഇന്ത്യക്കാരനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതാണ് ഇവന്റെയൊക്കെയുള്ള മനസ്സിലിരിപ്പ്. ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ് ഷമാ മുഹമ്മദിന്റെ ഈ ഒരു പ്രസ്താവന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാന്യമായ ഭാഷയിൽ ഷമാ മുഹമ്മദിന് പറയാനുള്ള അവസരമുണ്ട്. പക്ഷെ ഒരാളെ ബോഡി ഷേമിങ് ചെയ്യുക, വ്യക്തിപരമായി അധിക്ഷേപിക്കുക, രാജ്യത്തിന്റെ അഭിമാനമായ താരങ്ങളെ പാകിസ്ഥാനെ തോൽപ്പിച്ചതിന്റെ പേരിലുള്ള ചുരുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിരുന്നു കൊണ്ട്, നമ്മുടെ ചോറ് നിന്നുകൊണ്ട്, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ആളുകളെ നിന്നുകൊണ്ട്, ഈ കേന്ദ്രം ഭരിക്കുന്നത് മോഡി ആവട്ടെ, അമിത്ഷാ ആവട്ടെ, യോഗി ആവട്ടെ, രാഹുൽ ആവട്ടെ, സോണി ആവട്ടെ, ഇനി അതെല്ലാം പിണറായി വിജയനെങ്കിലും ആവട്ടെ, രാജ്യം നമ്മുടേതാണ്. മനസ്സിലാക്കണം. ഇവരൊക്കെ നമ്മൾ ഭരിക്കാൻ ഏൽപ്പിച്ച ഭരണാധികാരികൾ മാത്രമാണ്. അതിനോടുള്ള പക, രാഷ്ട്രീയത്തോടുള്ള അഭിപ്രായ വ്യത്യാസം രാജ്യത്തോടല്ല തീർക്കേണ്ടത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഇല്ലാതെ പോകുമ്പോഴാണ് കോൺഗ്രസ് തിരസ്കരിക്കപ്പെടുന്നത്. അത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കുറച്ചുകൂടി എന്തുണ്ട്, ഈ പറയുന്ന പോലെ വിവരമുണ്ട്. പക്ഷെ അവർ അത്തരത്തിലുള്ള ഒരു പള്ളി പ്രസ്താവനകളൊന്നും രാജ്യവിരുദ്ധമായി നടന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഷമാ മുഹമ്മദിനെ പോലുള്ള ആളുകൾക്ക് ഈ എന്താ പറയുക, ഈ കലിപ്പ് കയറുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോൾ എന്തും വിളിച്ചു പറയാമെന്നുള്ളതാണ്. എന്നെ നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിയെ പട്ടിയോട് പോയിച്ച ഒരാളെ പിന്നെ അങ്ങനെ പ്രത്യക്ഷത്തിൽ പറഞ്ഞു എന്നല്ല, അവരുടെ ഭാഷയിൽ അതാണ് വന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് ഒരാളെ സംസാരിക്കാതെ ഇരിക്കുന്ന സമയത്ത്, ആ ഒരു വിഷയത്തെ ഗൗരവമായിട്ട് കാണാതിരിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുമ്പോൾ കോൺഗ്രസ് ഇവരെയൊക്കെ വക്താക്കന്മാരായി വെക്കുന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടി കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്കൊക്കെ പേഴ്സണലായിട്ട് പറയുന്നത്. ഇല്ലെങ്കിൽ കോൺഗ്രസ് അത് വലിയൊരു അപകടത്തിലേക്ക് പോകും. രാജ്യ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. ഇത് തീർത്തും രാജ്യവിരുദ്ധ പ്രസ്താവനയാണ്. നമ്മുടെ ക്രിക്കറ്റ് ടീമിൻ്റെ പിന്നെ എന്താണ് മെമ്പർമാരെ, അവരുടെ അതിലെ ക്യാപ്റ്റനെ, അതിലെ ആളുകളെയൊക്കെ വിമർശിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങളാവാം. പക്ഷെ വ്യക്തിപരമായ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് മറ്റൊരു രാജ്യവുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് പാകിസ്ഥാനെ പോലുള്ള രാജ്യവുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവകരമായിട്ടല്ല, വളരെ ശ്രദ്ധയോടെ അല്ല പറയുന്നതെങ്കിൽ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും ആ കാര്യത്തിന്. ഈ കാര്യത്തിലൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കുറച്ചുകൂടി ക്ഷമ പഠിച്ചേ മതിയാവുള്ളൂ. അതെ.